ഇന്ന് കർക്കിടകം 3, രാമായണ മാസം. കമ്പരാമായണം 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ ശ്രീ കമ്പരെക്കുറിച്ചും കമ്പരാമായണം രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ട 2 പേരാണ് ഒട്ടക്കൂത്തൻ എന്ന കവിയും കമ്പർ എന്ന കവിയും. ചോഴരാജ്യത്തെ കവി സമാജത്തിലെ കവി ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഒട്ടക്കൂത്തൻ. ഒട്ടക്കൂത്തൻ്റെ കവിതകളുടെ വിശേഷത വളരെ കഠിനമായിട്ടുള്ള പദങ്ങളും രചനാരീതിയുമാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ തൊഴുക്കവിത എന്നാണ് പറഞ്ഞു വന്നത്. അതായത് കഠിനമായ കവിതകൾ. ഇത്രയും കഠിനമായിട്ടുള്ള കവിതകളൊക്കെ രചിക്കുന്നത് കൊണ്ട് തന്നെ സ്വതവേ ഗർവിഷ്ഠനായിരുന്നു ഒട്ടക്കൂത്തൻ. അദ്ദേഹം ഒട്ടം വെച്ച്, അതായത് പന്തയം വെച്ച് കവിതകൾ എഴുതാനായിട്ട് ആൾക്കാരെ ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ ഒട്ടം എന്ന് വെച്ചാൽ ഒരർത്ഥം പന്തയം. ഈ പന്തയത്തിന് എത്തുന്ന കവികളെ അവർ തോറ്റുപോയാൽ അവരുടെ തല വെട്ടുന്ന ഒരു രീതിയും അന്ന് ഒട്ടക്കൂത്തൻ നിശ്ചയിച്ചു വച്ചിരുന്നു. അങ്ങനെ തല വെട്ടപ്പെടുന്ന കവികളുടെ തലകൾ പൂർവസ്ഥിതിയിൽ ആക്കിയതിന് ശേഷം അവർക്ക് ജീവൻ കൊടുത്ത് അവരെ സ്വന്തം കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു രീതിയും ഒട്ടക്കൂത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടം അഥവാ പന്തയം വെച്ച് കവിതകൾ എഴുതുന്ന ആളായതുകൊണ്ടും തലവെട്ടപ്പെടുന്നവരുടെ തലകൾ ചേർത്ത് വയ്ക്കുന്ന, ഒട്ടിച്ചു വയ്ക്കുന്ന ആളായതുകൊണ്ടും ഒട്ടൻ എന്ന പേര് ഈ കവിക്ക് വന്നു എന്നാണ് ഐതിഹ്യം. ഇനി അടുത്തത് കൂത്തൻ എന്നാണ്. കൂത്തൻ, കൂത്ത് എന്ന് പറഞ്ഞാൽ അഭിനയ കലകളാണ്. നാടകം, നൃത്തം, അതുപോലെ സംഗീതാത്മകമായിട്ട് സംസാരിച്ചുകൊണ്ട് കഥകൾ പറയുക, ഇങ്ങനെ പല വിധത്തിലുള്ള നാട്യം ആവശ്യമായി വരുന്ന കലകളെയാണ് പറയുന്നത് കൂത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂത്തുകൾ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂത്തനെന്നും വിളിച്ചിരുന്നു. ആദ്യകാലത്ത് ജാതിയോ മതമോ ഇല്ലാത്ത ഒരു പ്രാചീന തമിഴകം നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഭരണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ജനങ്ങളെ 3-4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ കുടികൾ ഉണ്ടാക്കി, കുറുംകുടികൾ ഉണ്ടാക്കി, അങ്ങനെ കുടിസമ്പ്രദായത്തിൽ മാറുന്ന ഒരു അവസ്ഥയും ഈ തമിഴകത്തിന് ഉണ്ട്. അക്കാലത്ത് വിവിധ കുടികളിൽപ്പെട്ടിട്ടുള്ള കൂത്തന്മാരുണ്ടായിരുന്നു. കൂത്ത് പറയുന്ന ആളിനെ പറയുന്ന പേരാണ് കൂത്തൻ. അവരുടെ സ്ത്രീകളെ പറയുന്ന പേരാണ് കൂത്തച്ചി. അച്ചി എന്ന വാക്ക് വളരെ ശ്രേഷ്ഠകളായിട്ടുള്ള സ്ത്രീകളെ പ്രാചീന തമിഴ് കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന, ബഹുമാന പുരസ്സരം വിളിച്ചിരുന്ന പേരാണ് അച്ചി. അങ്ങനെ കൂത്തന്മാരും കൂത്തച്ചിമാരും ഉണ്ടായിരുന്നു. അത് ചുരുക്കി കൂത്തിച്ചി എന്നും വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ മലയാളത്തിലേക്കൊക്കെ വന്ന് അതൊരു അധിക്ഷേപ വാക്കായിട്ട് മാറി എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ടാണ്
ഒട്ടക്കൂത്തൻ എന്ന പേര് ഇദ്ദേഹത്തിന് വന്നത്. അപ്പോൾ ഒട്ടക്കൂത്തൻ്റെ സമകാലീനനും കവിശ്രേഷ്ഠനും ആണ് കമ്പർ. കമ്പനുമായിട്ട് പലപ്പോഴും ഇദ്ദേഹത്തിന് ആശയപരമായിട്ടുള്ള തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടക്കൂത്തൻ രചിക്കുന്ന കവിതയ്ക്ക് മറു കവിത എഴുതി അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരേ ഒരാൾ ശ്രീ കമ്പരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒട്ടക്കൂത്തൻ്റെ കഥാവിശേഷങ്ങൾ. ശ്രീ കമ്പരെക്കുറിച്ചും കമ്പർ കൊടിയെക്കുറിച്ചും നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. വളരെ സന്തോഷം. വളരെ നന്ദി.